അമേരിക്കയിലേക്ക് മയക്കുമരുന്നുമായി പുറപ്പെട്ട അന്തർവാഹിനി കപ്പൽ അമേരിക്കൻ സൈന്യം ആക്രമിച്ചതായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഈ അന്തർവാഹിനി കരയിലേക്ക് വരാൻ അനുവദിച്ചാൽ കുറഞ്ഞത് 25,000 അമേരിക്കക്കാർ മരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൈനിക നടപടിയുടെ വീഡിയോ വൈറ്റ് ഹൌസ് പുറത്തിറക്കി. ആക്രമണത്തിൽ അതിജീവിച്ച 2 പേരെ തടങ്കലിനും വിചാരണയ്ക്കുമായി അവരുടെ ജന്മനാടുകളായ ഇക്വഡോറിലേക്കും കൊളംബിയയിലേക്കും തിരിച്ചയച്ചുവെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെയും വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. വലിയ മയക്കുമരുന്ന് അന്തർവാഹിനി നശിപ്പിക്കാൻ കഴിഞ്ഞത് എനിക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്നും ട്രംപ് വ്യക്തമാക്കി. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനുള്ള സൈനിക നീക്കത്തിന്റെ ഭാഗമായിരുന്നു ആക്രമണമെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. സെപ്റ്റംബർ മുതൽ കരീബിയനിൽ കുറഞ്ഞത് 6 കപ്പലുകളെങ്കിലും യുഎസ് ആക്രമിച്ചിരുന്നു. പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കൊളംബിയൻ പ്രതിയെ തിരിച്ചയച്ചതായി സ്ഥിരീകരിച്ചു. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും പെട്രോ എക്സിൽ പറഞ്ഞു. മേഖലയിലെ മയക്കുമരുന്ന് കപ്പലുകൾക്കെതിരായ യുഎസ് സൈനിക നടപടിയിൽ മരിച്ചവരുടെ എണ്ണം കുറഞ്ഞത് 29ആയി. സെപ്റ്റംബർ 1 മുതൽ നടന്ന മുൻ ആക്രമണങ്ങളിൽ നിന്നുള്ള 27 പേർ കൊല്ലപ്പെട്ടിരുന്നു. സെപ്റ്റംബർ 1 മുതൽ കരീബിയൻ പ്രദേശത്ത് മയക്കുമരുന്ന് കടത്ത് നടത്തുന്നതായി സംശയിക്കുന്ന സെമി സബ്മേഴ്സിബിൾ കപ്പലുകൾക്കെതിരെ യുഎസ് നടത്തുന്ന 6ാമത്തെ ആക്രമണമാണിത്. അതേസമയം സെപ്റ്റംബറിൽ കൊളംബിയൻ ടെറിട്ടോറിയൽ ജല അതിർത്തിയിൽ ഒരു ബോട്ടിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്ക കൊലപാതകം നടത്തിയതായി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആരോപിക്കുകയും ചെയ്തിരുന്നു. തന്റെ രാജ്യത്തിന്റെ പരമാധികാരം ലംഘിച്ചുവെന്നും ഒരു കൊളംബിയൻ മത്സ്യത്തൊഴിലാളിയെ കൊലപ്പെടുത്തിയെന്നും പെട്രോ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ആരോപിച്ചു. എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കൊളംബിയൻ ബോട്ട് ഒഴുകി നടക്കുകയായിരുന്നു. എഞ്ചിൻ തകരാറ് മൂലം അതിന്റെ അപകട സിഗ്നൽ ലഭിച്ചുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുഎസ് സർക്കാരിന്റെ വിശദീകരണത്തിനായി ഞങ്ങൾ കാത്തിരുന്നു. വ്യാഴാഴ്ച യുഎസ് മയക്കുമരുന്ന് കയറ്റിയ അന്തർവാഹിനി ആക്രമിച്ച് 2 പേർ കൊല്ലപ്പെട്ടതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണിത്. കപ്പലിൽ ഫെന്റനൈലും മറ്റ് നിയമവിരുദ്ധ മയക്കുമരുന്നുകളും കൂടുതലായി നിറച്ചിരുന്നുവെന്ന് യുഎസ് ഇന്റലിജൻസ് സ്ഥിരീകരിച്ചതായി ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതി. സമീപ ആഴ്ചകളിൽ കരീബിയൻ കടലിൽ കപ്പലുകൾക്ക് നേരെ യുഎസ് നടത്തുന്ന 6ാമത്തെ ആക്രമണമാണിത്. അതിജീവിച്ചവരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതാദ്യമായാണ്. സെപ്റ്റംബറിൽ നേരത്തെ നടന്ന ഒരു ആക്രമണത്തെക്കുറിച്ച് എഴുതുമ്പോൾ പെട്രോ ശനിയാഴ്ച എക്സിൽ എഴുതി, യുഎസ് സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു കൊലപാതകം നടത്തി. പ്രാദേശിക ജലാശയങ്ങളിൽ നമ്മുടെ പരമാധികാരം ലംഘിച്ചു. മത്സ്യത്തൊഴിലാളിയായ അലജാൻഡ്രോ കരാൻസയ്ക്ക് മയക്കുമരുന്ന് വ്യാപാരവുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ദൈനംദിന പ്രവർത്തനം മത്സ്യബന്ധനമായിരുന്നു. കൊളംബിയൻ ബോട്ട് ഒഴുകിപ്പോയി. എഞ്ചിൻ തകരാറ് മൂലം അതിന്റെ അപകട സിഗ്നൽ ലഭിച്ചു. സെപ്റ്റംബർ 15-ന് കരീബിയൻ കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ അമേരിക്കൻ സൈന്യം അലജാൻഡ്രോ കരാൻസയുടെ ബോട്ടിന് നേരെ വെടിയുതിർത്ത് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള യുഎസിലേക്കുള്ള മയക്കുമരുന്നൊഴുക്ക് തടയുക എന്നതാണ് ബോട്ട് ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളെ ന്യായീകരിക്കുകയും ചെയ്തു. എന്നാൽ കപ്പലുകളുടെയോ കപ്പലിലുള്ളവരുടെയോ ഐഡന്റിറ്റി സംബന്ധിച്ച തെളിവുകളോ വിശദാംശങ്ങളോ അദ്ദേഹത്തിന്റെ സർക്കാർ നൽകിയിട്ടില്ല. UN നിയമിച്ച മനുഷ്യാവകാശ വിദഗ്ധർ യുഎസ് ആക്രമണങ്ങളെ നിയമവിരുദ്ധമായ വധശിക്ഷകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. വെനസ്വേലയ്ക്ക് അടുത്തുള്ള കടലിൽ മുൻപ് നടന്ന 5 ബോട്ട് അപകടങ്ങളിൽ കുറഞ്ഞത് 27 പേർ കൊല്ലപ്പെട്ടതായി യുഎസ് ഭരണകൂടം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏറ്റവും പുതിയ ആക്രമണത്തിൽ ലക്ഷ്യമിട്ട അന്തർവാഹിനി വൻതോതിലുള്ള മയക്കുമരുന്ന് കൊണ്ടുപോകുന്നതിനായി പ്രത്യേകം നിർമ്മിച്ചതാണെന്നും ട്രംപ് വെള്ളിയാഴ്ച തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എഴുതി. ഇത് നിരപരാധികളായ ഒരു കൂട്ടം ആളുകളുടേതായിരുന്നില്ല. അന്തർവാഹിനികളുള്ള അധികം ആളുകളെ എനിക്കറിയില്ല. മയക്കുമരുന്ന് കയറ്റിയ നിറച്ച അന്തർവാഹിനിക്ക് നേരെയുള്ള ആക്രമണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു യുഎസ് സൈനികനും പരിക്കേറ്റിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. അതിജീവിച്ച 2 പേരെ അവരുടെ ജന്മനാടുകളായ ഇക്വഡോറിലേക്കും കൊളംബിയയിലേക്കും തിരിച്ചയക്കുമെന്നും യുഎസ് പ്രസിഡന്റ് പറഞ്ഞു. അവരെ ഒരു യുഎസ് നാവികസേന കപ്പലിലേക്ക് മാറ്റിയെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള ഒരു സ്രോതസ് ബിബിസിയുടെ യുഎസ് പങ്കാളിയായ CBS ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.